തമിഴ്നാട് സ്റ്റേറ്റ് എക്സ്പ്രസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വൈക്കം ചെന്നൈ വേളാങ്കണ്ണി ബസ് സർവീസുകൾക്ക് തുടക്കം. വൈക്കം KSRTC ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറും തമിഴ്നാട് ഗതാഗത വകുപ്പ് മന്ത്രി SS ശിവശങ്കറും ചേർന്ന് ബസ് സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. തമിഴ്നാട് സ്റ്റേറ്റ് എക്സ്പ്രസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വൈക്കം ചെന്നൈ വേളാങ്കണ്ണി ബസ് സർവീസുകൾക്ക് തുടക്കമായി. വൈക്കം KSRTC ബസ് സ്റ്റാൻഡിൽ നടത്തിയ യോഗത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറും തമിഴ്നാട് ഗതാഗത വകുപ്പ് മന്ത്രി SS ശിവശങ്കറും ചേർന്ന് ബസ് സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. അത്തങ്ങൾ പള്ളിയിൽ നിന്ന് ചേർത്തലയിൽ നിന്നും 2 ആളുകൾക്ക് ഈ ബസ് പുറപ്പെടുന്നതിനും കൂടെ എത്താൻ കഴിഞ്ഞാൽ ഇതിന്റെ കണക്ഷൻ ഇതൊരു കണക്ഷൻ ബസ്സായി പോകണം. എല്ലാ വണ്ടി ഇതൊരു വണ്ടി ഓടിച്ചു, ഇതിന്റെ പുറകെ KSRTC ഒരു വണ്ടി ഓടിച്ചു, അല്ലെങ്കിൽ ഇതിന്റെ മുമ്പിൽ കയറ്റി ഓടിച്ചു, ഇതും നശിക്കും അതും നശിക്കും. Our CM forwarded that letter to me and asked me to make it very fast. So within 2 weeks we are inaugurating this bus. Already our Kerala and Tamil Nadu are on the list. Here we are as a brothers, we are sitting on this dais. വൈക്കത്തേക്ക് ബസ് ഓടിക്കാനുള്ള തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ തീരുമാനം സന്തോഷകരമാണെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കി. ഡിസംബർ 2 ഉദ്ഘാടനം ചെയ്ത തെങ്കാശി ആര്യങ്കാവ് ബസ് സർവീസ് കേരളത്തിലെ യാത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. KSRTCയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളോട് ജീവനക്കാരും യാത്രക്കാരും സഹകരിക്കണമെന്നും MLA ഫണ്ട് ലഭ്യമാക്കിയാൽ വൈക്കം ഡിപ്പോയിൽ ഷോപ്പിംഗ് മാൾ അടക്കം പുതിയൊരു കെട്ടിടം പണിയാൻ തയ്യാറാണെന്നും മന്ത്രി വ്യക്തമാക്കി. സഹകരണ സംഘങ്ങൾ അടക്കമുള്ളവർ മുന്നോട്ട് വന്നാൽ ബസ് സ്റ്റേഷനുകൾ ബ്രാൻഡ് ചെയ്യാൻ തയ്യാറാണ്. സ്വകാര്യ ബസ്സുകളിലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ ഡ്രൈവർമാരാക്കാൻ അനുവദിക്കില്ലെന്നും ഡ്രൈവിംഗ് ലൈസൻസിൽ ബ്ലാക്ക് മാർക്ക് കൊണ്ടുവരുമെന്നും 1 വർഷത്തിനിടെ 6 ബ്ലാക്ക് മാർക്ക് വന്നാൽ ലൈസൻസ് തനിയെ റദ്ദാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പോളിസി ഗവൺമെന്റ് പ്രൈവറ്റ് ബസ്സുകാർ അവരുടേതായ മര്യാദകൾ പാലിക്കണം. ഗുണ്ടകളെയും കട്ടമ്പികളെയും ഡ്രൈവറാക്കി വെക്കുക, കണ്ടക്ടറാക്കി വെക്കുക, ക്ലീനറാക്കി വെക്കുക. നമ്മുടെ കൊച്ചു മക്കൾ പോലും സ്കൂളിൽ പോകുമ്പോൾ പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും കേരളത്തിൽ അനുവദിക്കില്ല. ഇന്ന് നമ്മൾ TV യിൽ കണ്ടു, ഒരു ബസ് ഓവർടേക്ക് ചെയ്ത് വന്ന് മറ്റേ വണ്ടിയെ ചേർത്ത് നിർത്തി ഒരുമാതിരി ചട്ടമ്പിത്തരം. ആ ചട്ടമ്പിത്തരത്തിന് 2 വണ്ടിയുടെ പേര് പെർമിറ്റ് ക്യാൻസൽ ചെയ്യാം, പെർമിറ്റ് റദ്ദാക്കാൻ തീരുമാനിച്ചു. അല്ല, ഒരു മയം എനിക്ക് കാര്യത്തിലില്ല. അതുപോലെ പോലീസ് വെരിഫിക്കേഷൻ വേണം. എല്ലാ പ്രൈവറ്റ് ബസ്സിൻ്റെയും ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ ക്രിമിനൽ കുറ്റങ്ങളിൽ പെട്ടിട്ടില്ല എന്ന് പോലീസിന്റെ ക്ലിയറൻസ് ഇല്ലാതെ ഇനി ഒരു വണ്ടിയിലും ഡ്രൈവറെ വയ്ക്കാൻ പറ്റില്ല. ഡ്രൈവറെ കിട്ടാൻ ബുദ്ധിമുട്ടെന്ന് പറയും, കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിൽ ഓടിക്കണ്ട. വൈക്കത്തേക്കുള്ള സർവീസിന് ചരിത്ര പ്രാധാന്യമുണ്ടെന്ന് തമിഴ്നാട് ഗതാഗത മന്ത്രി SS ശിവശങ്കർ പറഞ്ഞു. തലയോലപ്പറമ്പ് പഞ്ചായത്ത് അംഗം സജിമോൻ വർഗീസും ഭാര്യ പ്രിൻസിയും ചേർന്ന് ആദ്യ ടിക്കറ്റ് മന്ത്രിമാരിൽ നിന്നും ഏറ്റുവാങ്ങി. CK ആശ MLAയുടെ അധ്യക്ഷതയിൽ K ഫ്രാൻസിസ് ജോർജ് MP മുഖ്യ അതിഥിയായിരുന്നു. കാരണം വളരെ കാലമായി വൈക്കത്തുകാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. കഴിഞ്ഞ 1 വർഷക്കാലമായി വൈക്കത്ത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും മുഖ്യമന്ത്രിമാർ വന്ന പരിപാടികൾ 2 പ്രാവശ്യമായി നടത്തപ്പെടുകയുണ്ടായി. നഗരസഭ ചെയർപേഴ്സൺ പ്രീത രാജേഷ്, വൈസ് ചെയർപേഴ്സൺ PT സുഭാഷ്, പ്രതിപക്ഷ നേതാവ് S ഹരിദാസൻ നായർ, SETC മാനേജിംഗ് ഡയറക്ടർ R മോഹൻ, KSRTC ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ GP പ്രദീപ് കുമാർ, KSRTC ചീഫ് ട്രാഫിക് ഓഫീസർ TA ഉബൈദ്, KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ PS പ്രമോദ് ശങ്കർ, അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ AT ഷിബു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, വൈക്കം. ഇറമ്പത്ത് ഗ്രൂപ്പിന്റെ ഇറ ഫർണിച്ചറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം 20,000 സ്ക്വയർ ഫീറ്റിൽ കോട്ടപ്പടിയിൽ. സ്കിൽഡ് ഡിസൈനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് രൂപകൽപ്പന ചെയ്ത ട്രഡീഷണൽ ആൻഡ് ആർക്കിടെക്ചർ ഡിസൈൻ ഫർണിച്ചർ. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ എന്നും നിങ്ങളോടൊപ്പം ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം.